ഒറ്റ വർഷം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആവാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. അതായത് പല കുട്ടികളുടെ സംശയം ഉണ്ടാവും. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ എനിക്ക് ഒരു വർഷം ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് 11ലും 12ലും വലിയ മാർക്കൊന്നുമില്ല, എന്നെ കൊണ്ടൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ മറുപടി, നിങ്ങളുടെ മാർക്കിലല്ല കാര്യം. നിങ്ങളൊരു 1 ഇയർ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ കറക്റ്റായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ടോട് കൂടെ, ഏറ്റവും നല്ല റാങ്കോട് കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് JPCൻ്റെ 1 ഇയർ റിപ്പീറ്റഡ് പ്രോഗ്രാം. ഈ റിപ്പീറ്റഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫിസിക്സിനെയും കെമിസ്ട്രീനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ പഠിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആദ്യം ഫിസിക്സിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നേ ബേസിക് മാത്സ് തരും. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിലെ വലിയ വലിയ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആദ്യം സെറ്റാക്കും. നിങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് മെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇമ്പോർട്ടൻസ് തരേണ്ടത്, ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ആദ്യം സംസാരിച്ച് നിങ്ങൾ ഓരോ ആളുകളെ ഇൻഡിവിജ്വലി അറിയും. അതിനുശേഷമാണ് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് നമ്മൾ പോകുന്നത്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യം, കേരളത്തിൽ ആദ്യത്തെ 10 റാങ്കുകളിൽ ഒരു റാങ്ക് കഴിഞ്ഞ വർഷം JPCനാണ്, 7th റാങ്ക്. ആ 7th റാങ്ക് കൂടാതെ 23rd റാങ്കും 91ഉം 93ഉം ആദ്യത്തെ 100ൽ 4 റാങ്കോളം വാങ്ങിച്ചുകൊണ്ടാണ് JPC മുന്നോട്ടേക്ക് പോകുന്നത്. വെറും 200 കുട്ടികളിൽ നിന്ന് വേറെ ഒരു സ്ഥാപനത്തിലും, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ പോലെ ഒരു സ്ഥാപനത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ചുമ്മാ റിസൾട്ട് ഇല്ലാതെയല്ല സംസാരിക്കുന്നത്. റിസൾട്ടിലൂടെ തന്നെയാണ് JPC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്നത് ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല. ഇവിടെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആവറേജും ബിലോ ആവറേജും, ഇനി ഓക്കെ പലപ്പോഴും ആവറേജ് സ്റ്റുഡൻസാണ് JPCയിലേക്ക് എത്തുന്നത് കൂടുതലും. ഈ കുട്ടികൾക്ക് ഏറ്റവും ചിട്ടയായ രീതിയിൽ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ ഓരോ ചാപ്റ്റേഴ്സിലും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് മുന്നേ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കറക്റ്റായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ സബ്ജക്റ്റിനുള്ളിലും അതിൻ്റെ ഉള്ളിലേക്ക് തറവായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത്. ഓരോ ആഴ്ചയിലും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതത് ആഴ്ചയിൽ, ഇപ്പം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് എടുത്ത് നെക്സ്റ്റ് മൺഡേ അതിൻ്റെ എക്സാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഓരോ ആഴ്ചയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതത് ആഴ്ചയിൽ അതിൻ്റെ കംപ്ലീറ്റ് എക്സാംസ് കഴിഞ്ഞ് ആ എക്സാംസിൽ ഒരു കുട്ടിക്ക് എവിടെയാണ് ആ കുട്ടി വീക്കായേക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് കുട്ടിയുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി അവരുടെ പൾസിനൊത്ത ടീച്ചേഴ്സിനെ അവർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ടേക്ക് പോകുന്നത്. ഓരോ ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ അവർ മെൻ്റലി സ്ട്രെസ്ഡ് ആവുന്ന കുട്ടികളായിരിക്കും നീറ്റ് റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, പാരൻസിനെ കാണുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, റിലേറ്റീവ്സ് ഒന്നുമില്ല, അത് കൂടാതെ സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈലില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്തൊരു കുട്ടീനെ സംബന്ധിച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കിട്ടി ഇതിലൂടെയൊക്കെ വന്ന മക്കളാണ്. അവരെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് JPCന് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ സിസ്റ്റം ഏറ്റവും ബെസ്റ്റാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സിസ്റ്റം, ഏറ്റവും നല്ല എക്സാംസ്, അതിലൂടെ തന്നെയാണ് JPC മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ 7ാമത്തെ റാങ്കിലേക്ക് JPCന് എത്താൻ പറ്റിയത്. ഓരോ കുട്ടിയും തളർന്നു പോകുന്ന ഓരോ മൊമെൻറ്റിലും അവൻ്റെ കൂടെ അവൻ്റെ കൈ പിടിച്ച് കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സ് കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും, നമ്മുടെ ഇവിടുത്തെ ഹോൾ ടീം JPCൻ്റെ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് അവരെ റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ കുട്ടിക്കും വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കൂടെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത്. എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാംസിലൂടെയാണ് JPC മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ, നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിടാം. കാരണം അവർക്ക് വേറെ ട്രാവലിന് വേണ്ടിയിട്ട് ഒരു സമയം കളയാനില്ല. അവർ പഠിക്കുന്ന ക്യാമ്പസിൽ തന്നെ അവരുടെ താമസം അവിടെ, അവർക്ക് ഭക്ഷണം അവിടെ, അവരുടെ ക്ലാസ് റൂം അവിടെ, അവർക്ക് ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ട. നമ്മുടെ ഐലൻഡ് ഹോസ്റ്റലിലൂടെ ഏറ്റവും നല്ല ഫെസിലിറ്റീസിലൂടെ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും നല്ല ക്യാമ്പസ് ഫെസിലിറ്റിയിലൂടെ തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങളെ കുട്ടികൾ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ ഏതൊരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം ചോദിക്കണം അവിടെ എത്ര കുട്ടികൾ പഠിച്ചു, എത്ര പേര് MBBS അഡ്മിഷൻ വാങ്ങി. ഇത് പല സ്ഥാപനങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അറിയോ? കേരളത്തിൽ 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും അവരങ്ങനെ പറയുകയാണെങ്കിൽ 4%, 5% മാത്രമേ ഉണ്ട്. ഇവിടെയാണ് JPC വ്യത്യസ്തരാവുന്നത്. കാരണം ആദ്യത്തെ 110 കുട്ടികളിൽ നിന്ന് 56 പേരെ MBBSന് കയറ്റിയേക്കുന്ന കേരളത്തിലൊരു സ്ഥാപനം വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 200ഓളം കുട്ടികൾ മത്സരിച്ചതിൽ നിയർലി 90-95 സ്റ്റുഡൻസിന് MBBSയിലേക്ക് എത്തിച്ച സ്ഥാപനം വേറെ ഉണ്ടാവില്ല. 45-50% പാസ് പെർസെൻറ്റേജുമായിട്ട്, പാസ് പെർസെൻറ്റേജ് എന്നല്ല MBBS പെർസെൻറ്റേജുമായിട്ട് JPC മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഇനി ഈ വർഷം ഞങ്ങൾക്ക് എല്ലാം കൂടെ 5 ബാച്ചുകൾ എടുക്കും. ഈ 5 ബാച്ച് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ആദ്യത്തെ ബാച്ച് ഓൾമോസ്റ്റ് ഫുള്ളായി. നിങ്ങളുടെ കുട്ടി ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്ലേസ് ചെയ്തോട്ടോ. ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ കുട്ടികളുടെ പൾസ് അറിഞ്ഞ് നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നം മനസ്സിലാക്കി കുട്ടികളുടെ കൂടെ നിർത്തി പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിട്ടോ. ഇവിടെ 60% നല്ല ക്ലാസ്സുകളും 40% മോശം ക്ലാസ്സുകളും അല്ല.
ഇവിടെയുള്ള 100% ക്ലാസ്സുകൾ നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ്. ഇവിടെ വെറുതെ കുറേ കണ്ടന്റുകൾ പഠിപ്പിച്ച് കുട്ടികളെ എന്താ പറയുക പറ്റാത്ത രീതിയിൽ അവർക്ക് കുറേ ലോഡ് കൊടുക്കുന്ന സ്ഥാപനമല്ലേ ഇത്. NCERT ഊന്നി നിന്നുകൊണ്ട് അവരുടെ സിലബസിൽ ഊന്നി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടതെന്തോ അത് ഏറ്റവും പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്കിന് അരച്ച് കലക്കി കുടിപ്പിച്ച് കൊടുക്കുന്ന സ്ഥാപനം തന്നെയാണ് JPs. വിശ്വസിച്ച് വരാ, റിസൾട്ടായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് തിരിച്ചു പോവാ. ഓക്കെ, എന്നും കൂടെ ഉണ്ടാവും JPs ക്ലാസ്സസ്.